ഹായ്, നമസ്കാരം. ഞാൻ ഇടവേള റാഫിയാണ്. വളരെ സന്തോഷമുള്ള ഒരു സൺഡേ ആയിരുന്നു. കാരണം വെച്ചാൽ ഒരു സിനിമ കണ്ടു. ഞങ്ങൾ തൊട്ടടുത്ത തിയേറ്ററായ എടപ്പാൾ ശാരദ മൂവീസിൽ പോയിക്കൊണ്ട് പ്രേമലു എന്ന സിനിമ കണ്ടു. കുടുംബത്തിൻ്റെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം. എൻ്റെ മക്കളും വൈഫൊക്കെ അട്ടഹസിച്ച് ചിരിച്ചു. ഉള്ള സമയം 2-2.5 മണിക്കൂർ അവർ ഫുൾ എൻജോയ് ചെയ്തു. എന്തായാലും പ്രേമലു എന്ന സിനിമ എനിക്ക് കാണാനൊരു സന്തോഷം ഒന്നുകൂടി തോന്നിയത് ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളുടെ സിനിമയാണ്. അതിലുപരി ഒരു പുതിയ ഡയറക്ടറാണെന്ന് ഒരിക്കലും പറയാത്തൊരു നല്ല സൂപ്പർ മേക്കിംഗ്. ഞാൻ ഒരുപാട് ഷോർട്ട് മൂവികളൊക്കെ ചെറുതും വലുതുമായ വർക്കുകളൊക്കെ സംവിധാനം ചെയ്ത ആളാണ്. അപ്പോൾ എന്തായാലും നല്ല രസകരമായ മേക്കിംഗ്, നല്ല ആർട്ടിസ്റ്റ് കാസ്റ്റിംഗ്, അടിപൊളി, നല്ല ലൊക്കേഷൻ. അതിന് സന്തോഷം തോന്നി. എനിക്ക് അതിനേക്കപ്പുറം സന്തോഷം തോന്നി എൻ്റെ പ്രിയപ്പെട്ട ഗുരുതുല്യനായ സീനിയർ മോസ്റ്റ് മിമിക്രി കലാകാരൻ KS പ്രസാദേട്ടൻ നല്ലൊരു വേഷം നായകൻ്റെ അച്ഛനായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷമാണ് എന്തായാലും സിനിമ. കുടുംബസമേതം പോയിട്ട് ഈ കാലഘട്ടത്തിൽ കാണാൻ പറ്റുന്ന, രസകരമായി ഇരിക്കാൻ പറ്റുന്ന, വൃത്തികേടുകളൊന്നുമില്ലാത്ത നല്ല രസമുള്ള സിനിമയാണ് പ്രേമലു. പ്രേമലു കാണണം, പ്രോത്സാഹിപ്പിക്കണം. തിയേറ്ററുകൾ നിറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുകയാണ്. പ്രേമലുവിൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം. നിന്റെ അമ്മയുടെ സ്ഥലം നിൽക്കാൻ പറയണേ. എനിക്ക് തിന്നാനല്ല, മോളുടെ കല്യാണം വരെ എടുക്കാനാ. അല്ല, ഞാനാണ്. പക്ഷെ വേറൊരു കാര്യം ചോദിക്കാണ്ട് എനിക്ക്. അതെ, പ്രേമലുണ്ട് സിനിമ കണ്ടത് എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? എൻ്റർടൈൻ ചെയ്തോ? അതെ, സ്റ്റോറിയൊക്കെ ഇഷ്ടപ്പെട്ടു. കുറച്ച് ട്രാജഡി ഒക്കെ ഉണ്ട്, എല്ലാവരുടെ ലൈഫിലും കടന്നു പോണ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ കൊള്ളാം, ചിരിക്കാനൊക്കെ കുഴപ്പമുണ്ട് അല്ലേ? പിന്നെ ചെറുക്കാൻ തന്നെ ഉള്ളൂ. ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആണ്. സീരിയസ് സിറ്റുവേഷൻ ആണെങ്കിലും ചെറുക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു, ബൈ. നമസ്കാരം, ഇടവേള റാഫിയാണ്. വളരെ സന്തോഷത്തോടു കൂടി എടപ്പാൾ ശാരദ തിയേറ്ററിൽ പ്രേമലു എന്ന സിനിമ ഇപ്പോൾ വളരെ വിജയകരമായിട്ട് പ്രേക്ഷക ജനലക്ഷങ്ങൾ കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രേമലു സിനിമയിൽ വളരെ ഗംഭീരമായിട്ടുള്ള, എന്താ പറയുക, കാലഘട്ടത്തിനനുസൃതമായ രീതിയിലുള്ള എല്ലാ സീക്വൻസും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്.